Hi everyone, this is Ebin Say from Evica. അങ്ങനെ iOS 18.3-ന്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 637 MB-ലാണ് എൻ്റെ ഐഫോൺ 16-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു GB താഴത്തായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേഷൻസും റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാച്ചിന് പുതിയ അപ്ഡേഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്, മാക്കിന് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. tvOS-നും HomePodOS-നും മാത്രമാണ് ആപ്പിൾ പുതിയൊരു അപ്ഡേഷൻ ഇപ്പോൾ റിലീസ് ചെയ്യാത്തത്. ആൻഡ് ഇതേപോലുള്ള പുതിയ അപ്ഡേഷൻസ് റിലീസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയ, വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻ ഒരു ഫീച്ചർ പാക്ഡ് അപ്ഡേഷൻ അല്ല, അതിനു പകരം ഇമ്പോർട്ടൻ്റ് ആയ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ബഗ് ഫിക്സസുമാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് ബഗ് ഫിക്സസ് ആൻഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആൻഡ് ഇറ്റ്സ് റെക്കമെൻഡഡ് ഫോർ ഓൾ യൂസേഴ്സ് എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളോ ബഗുകളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ എന്തായാലും ചെയ്യേണ്ടതാണ്. ആൻഡ് ഈ അപ്ഡേഷൻ എല്ലാ ഡിവൈസിൻ്റെയും യൂസേഴ്സിന് അപ്ഡേറ്റ് ചെയ്യാവുമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. തുടക്കം നമുക്ക് ഈ അപ്ഡേഷനിൽ വന്ന ബഗ് ഫിക്സസ് നോക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫീൽ ചെയ്ത ഒരു ബഗ്ഗാണ് ക്യാമറ സ്റ്റക്ക് ആവുന്ന ഒരു ബഗ് എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്കും കുറേയധികം വട്ടം ഫീൽ ചെയ്ത ഒരു ബഗ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്യാമറ ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബഗ് എനിക്ക് കുറേയധികം ടൈം ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം വാട്സാപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ അൺഎബിൾ ടു സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രോംപ്റ്റും എനിക്ക് ഇടക്കിടക്ക് വരുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്നലെ എടുത്തൊരു സ്ക്രീൻഷോട്ടാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. യെസ്റ്റർഡേ 7:33 PM ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞൊരു ദിവസം വരെ എനിക്ക് ഈ ഒരു സെയിം പ്രോബ്ലം വാട്സാപ്പിൽ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതേപോലുള്ള ക്യാമറ സ്റ്റക്കാവുന്ന വലിയൊരു പ്രശ്നവും കുറേയധികം കൂട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു അപ്ഡേഷനിൽ ആ ഒരു സ്റ്റട്ടറിങ് ഇഷ്യൂ മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതോടൊപ്പം കുറേയധികം കൂട്ടുകാർക്ക് മൈക്രോ സ്റ്റട്ടേഴ്സ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഒരു ചെറിയ സ്റ്റക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് വരുന്നുണ്ടായിരുന്നു. ആപ്പ് സ്റ്റോറിലേക്ക് പോകാം, അതും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവുന്നുണ്ട്. ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ പ്രത്യേകം കൊണ്ടൊരു കാര്യമാണ്, ആപ്സ് എല്ലാം അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക. ഇപ്പോൾ എനിക്ക് വാട്സാപ്പിന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ വാട്സാപ്പ് ചെക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞൊരു 5 ദിവസം മുമ്പ് ഒരു പുതിയ വേർഷൻ ഈ ഒരു വാട്സാപ്പ് അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതിലവർ പറയുന്നുണ്ട്, അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു റെഗുലർ ബഗ് ഫിക്സും ഒപ്റ്റിമൈസ്ഡ് ആയ പെർഫോമൻസുമാണ് ഈ ഒരു പുതിയ വേർഷനിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ മെറ്റയുടെ ഈ ഒരു ആപ്ലിക്കേഷനിലും ബഗ് ഉണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ കുറേയധികം ബഗ്ഗുകൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ആപ്ലിക്കേഷൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ഡിവൈസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും നിങ്ങളുടെ ഫോണിൻ്റെ മാത്രം ഭാഗത്തു നിന്ന് അപ്ഡേറ്റിൻ്റെ ബഗ്ഗാണ് എന്ന് കരുതിയിരിക്കരുത്. ഒന്നെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ബഗ്ഗുകൾ ഫീൽ ചെയ്യാം, അതല്ല നിങ്ങൾ ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ പറയുന്ന ഫോണിൽ ബഗ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷവും ആ ഒരു ബഗ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതൊരു iOS ബഗ് ആയിരിക്കും. സോ ആ ഒരു ബഗ് മാറണമെങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരു പുതിയ അപ്ഡേഷൻ വന്നാൽ മാത്രമാണ് ആ ഒരു ബഗ് റിസോൾവ് ചെയ്യാനുള്ള ചാൻസ് ഒരു 90% നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. സോ ഈ ഒരു മൈക്രോ സ്റ്റട്ടറിൻ്റെയും ക്യാമറ സ്റ്റക്കിൻ്റെയും ബഗ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ മാറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തൊരു മേജർ ബഗ്ഗായിരുന്നു ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടർക്ക് ഈ പറഞ്ഞ ഡിവൈസ് നല്ല രീതിക്ക് ചൂടാവുന്ന ഒരു പ്രവണത കണ്ടിരുന്നു. കാരണം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴും ക്യാമറ യൂസ് ചെയ്യുമ്പോഴും നല്ല രീതിക്ക് ചൂടാവുന്ന ഒരു പ്രശ്നം ഈ ഒരു അപ്ഡേറ്റിൽ റിസോൾവ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയ കുറച്ച് റിപ്പോർട്ടിലും ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ ബാലൻസ്ഡ് ആയെന്ന് നമുക്ക് റിപ്പോർട്ട് അറിയാൻ പറ്റി. എനിക്കും പേഴ്സണലി ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിവൈസ് ചൂടാവുന്ന ആ ഒരു പ്രശ്നം ഞാനും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓരോ ബഗ് ഫിക്സിനെക്കാട്ടും കൂടുതൽ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ ഫോക്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ റിലീസിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക്
പോകുമ്പോൾ iOS 18.3.1 പുതിയ ഒരു സെക്യൂരിറ്റി അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. താഴത്തേക്ക് പോകുമ്പോൾ ഒരേ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്, സെക്യൂരിറ്റി പാച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആക്സസിബിലിറ്റിയിൽ ഒരു ഇമ്പാക്ട് സെക്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. എ ഫിസിക്കൽ അറ്റാക്ക് മേ ഡിസേബിൾ USB റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ലോക്ക്ഡ് ഡിവൈസ് എന്ന ഇവിടെ ആപ്പിൾ കറക്റ്റായിട്ട് പറയുന്നൊരു വേർഡാണ് എക്സ്ട്രീംലി സഫിസ്റ്റിക്കേറ്റഡ് അറ്റാക്ക് അഗെയിൻസ്റ്റ് സ്പെസിഫിക് ടാർഗറ്റ് ഇൻഡിവിജ്വൽ എന്ന്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും സഫിസ്റ്റിക്കേറ്റഡ് അറ്റാക്ക് എന്ന്, അതും എക്സ്ട്രീംലി ആണ് ആപ്പിളോട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു കറക്റ്റ് ടേം ഇന്നേ വരെയും ആപ്പിളിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റിൽ ഭയങ്കര കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സെക്യൂരിറ്റി പാച്ച് നിങ്ങളുടെ ഫോണിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് വരുത്താൻ പോകുന്നത്. ഈ ഒരു USB റെസ്ട്രിക്റ്റഡ് മോഡ് കൊണ്ട് കുറേയധികം കൂട്ടുകാരുടെ അല്ലെങ്കിൽ കുറേ ഇൻഡിവിജ്വലിൻ്റെ ഫോണുകൾ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ പറ്റുന്ന ഒരു പ്രശ്നം ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കണ്ടുപിടിച്ചായിരുന്നു. ആക്ച്വലി ആപ്പിളല്ല, ഈ പറയുന്ന ഒരു ചെറിയ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബഗ് ആപ്പിളിന് കണ്ടുപിടിച്ച് കൊടുത്തത്. സോ ആപ്പിൾ ആ ഒരു ബഗ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്ന് ആ ഒരു ബഗ് റിസോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈസിൽ ഈ പറഞ്ഞ ബഗ് റിസോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പാച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെക്കണം എന്നാണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ എന്തായാലും ചെയ്യുക. അതോടൊപ്പം iPhone 13 യൂസേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. എസ്പെഷ്യലി ഇന്ത്യൻ മെയ്ഡ് iPhone യൂസേഴ്സ് ആണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. സോ ഇന്ത്യൻ മെയ്ഡ് iPhone 13 യൂസേഴ്സ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ആപ്പിളിൻ്റെ ഓതറൈസ് സ്റ്റോറുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് ആപ്പിൾ കോൺഫിഗറേഷൻ വഴി അപ്ഡേറ്റ് ചെയ്തു തരുമെന്ന് ചോദിക്കുക. സോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആപ്പിളിൻ്റെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ തന്നെ ആയിരിക്കും അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് അവിടെ കൂടുതലായിരിക്കും. നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചിലപ്പോൾ അവർ ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഭയങ്കര കുറവായിരിക്കും. സോ അങ്ങനെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ഒന്ന് അറിഞ്ഞിട്ട് മാത്രം iPhone 13 സീരീസുകാർ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ഇനി iOSൻ്റെ ഒരു പുതിയ വലിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് iOS 18.4 ആപ്പിൾ പറഞ്ഞനുസരിച്ച് iOS 18.4 നമുക്ക് വരാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഈ ഒരു മാസത്തിലായിരിക്കും EU അഥവാ യൂറോപ്യൻ യൂണിയനിലും ആപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് ഫീച്ചർ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. കുറേയധികം എൻഹാൻസ്മെൻറ്റും സിറി ഫീച്ചേഴ്സും ആപ്പിൾ ഇതിൽ കൊണ്ടുവരുന്നതാണ് നമുക്കൊരു റിപ്പോർട്ട്. സോ ഏകദേശം ഒരു മാസത്തിൻ്റെ ഒരു ഗ്യാപ്പാണ് നമുക്ക് iOS 18.4 ലഭിക്കാനുള്ളത്. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് iOS 18.4 കുറേയധികം ബേറ്റാസും കാണാൻ പറ്റും. മിക്കവാറും ഇന്ന് ഈ ഒരു ഫെബ്രുവരി 11 തന്നെ iOS 18.4 ഒരു പുതിയ ബേറ്റ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഈ പറഞ്ഞ 11 അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും iOS 18.4 പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അടുത്തൊരു അപ്ഡേഷൻ വരുന്നവരെയും നിങ്ങളുടെ ഡിവൈസിൽ റൺ ചെയ്യാൻ പോകുന്നത് iOS 18.3.1 എന്ന അപ്ഡേഷൻ ആയിരിക്കും. അതിലെന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ IPSW ഫയൽ 18.3 IPSW ഫയൽ നിങ്ങൾ എടുക്കുകയും അത് ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഓൾറെഡി ചെയ്തു വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓതറൈസ് സ്റ്റോറിൽ ബന്ധപ്പെടാനും നിങ്ങൾ എന്തായാലും മടി കാണിക്കരുത്. സോ ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങൾ മനസ്സിലായി. അതേപോലെ സെക്യൂരിറ്റി പാച്ചസും ബഗ് ഫിക്സസും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള പുതിയ അപ്ഡേഷൻസും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jebin Sevia signing from Evica.